ലോകത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന നാണം കെട്ട വൃത്തികെട്ട രാജ്യം. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാജ്യം മുസ്ലിം രാജ്യങ്ങൾക്ക് തന്നെ വളരെയധികം ബാധ്യതയായി മാറുകയാണ്. മുസ്ലിം രാജ്യങ്ങൾ തന്നെ ഷഹബാസിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ സംഭവം? പാപ്പരായ പാകിസ്ഥാൻ ഒരു ആഗോള ബാധ്യതയായി മാറിയിരിക്കുന്നു. പ്രധാനമായും മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചാണ് ഇതിപ്പോൾ നിലനിന്ന് പോരുന്നത്. തീവ്രവാദ ബന്ധമുള്ള രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ പാകിസ്ഥാനികളുടെ അവസ്ഥയും വഷളായി. ഈ കടുത്ത സാമ്പത്തിക തകർച്ച കാരണം മുസ്ലിം രാജ്യങ്ങൾ പോലും ഇപ്പോൾ പാകിസ്ഥാന്റെ പൗരന്മാരെ സ്വീകരിക്കാൻ മടിക്കുകയാണ്. ഒരു പ്രധാന സംഭവ വികാസത്തിൽ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ നടപടിയെടുക്കുകയാണ് പാകിസ്ഥാനെതിരെയും പാകിസ്ഥാനികൾക്കെതിരെയും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ പാകിസ്ഥാനികളായി രാജ്യത്ത് വന്നിരിക്കുന്ന ആൾക്കാരെയെല്ലാം ഭിക്ഷാടകരായി കണക്കുകൂട്ടി അല്ലെങ്കിൽ അങ്ങനെ കണ്ട് ഭിക്ഷാടന കുറ്റം ചുമത്തി ആയിരക്കണക്കിന് പേരെ രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്നും 56,000 പാകിസ്ഥാനികളെയാണ് അവർ യാചകരാണ് എന്ന് പറഞ്ഞ് നാട് കടത്തിയിരുന്നത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് യാചകരാണെന്ന് ആരോപിച്ച് 3 രാജ്യങ്ങളും ഈ വർഷം ആയിരക്കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരെ നാട് കടത്തി. വാസ്തവത്തിൽ നിരവധി പാകിസ്ഥാനികൾ ടൂറിസ്റ്റ് വിസയിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവിടെ തന്നെ തുടരുകയും പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ഉദ്ദേശമില്ലാതെ യാചിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷം മാത്രം വിവിധ വിമാനത്താവളത്തിൽ നിന്ന് കുറഞ്ഞത് 51,000 പാകിസ്ഥാനികളെ ഇറക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യാചന ആരോപിച്ച് മാത്രം 24,000 പാകിസ്ഥാനികളെ സൗദി അറേബ്യ ഈ 2 മാസത്തിനകം പുറത്താക്കി. ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ ഏതെങ്കിലും രാജ്യം നാടുകടത്തിയ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളെ ഇതാദ്യമായിട്ടാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. UAE 6,000 പാകിസ്ഥാനികളെ പുറത്താക്കി. 2,500 യാചകരെ അസർബൈജാൻ നാടുകടത്തി. സമീപകാലത്ത് അസർബൈജാനെ വശീകരിക്കാൻ പാകിസ്ഥാൻ ഗണ്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്.